ദേ ഈ തണുത്ത സാധനം ഈ ചൂടത്തടിക്കുമ്പോൾ ഒരു ഫീലുണ്ട്. ഈ കാറ്റൊക്കെ കൂടെ ആകുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ അടിക്കാതെ. വേണ്ട വേണ്ട, ഞാൻ അടിച്ചിട്ടാണ് അടിച്ചത്. വേണ്ടേ? വേണ്ട. ഇപ്പോൾ രാവിലെ തൊട്ട് ഒടുക്കത്തെ ചൂട്. ഒന്നാമത് തിങ്കൾ തൊട്ട് ശനി വരെ കണ്ടിന്യൂസ് ആയിട്ട് ജോലിയും ചെയ്തു. ഇസാഫ്, മുത്തൂറ്റ്, EMI, വാടക, പാലിൻ്റെ പൈസ, ആ പൈസ, ഈ പൈസ ഇതെല്ലാം അടയ്ക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന 6 ദിവസം കഴിഞ്ഞ് നമുക്കൊക്കെ റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാനും വേണ്ടി കിട്ടുന്ന ഒരേ ഒരു ദിവസമാണ് ഈ സൺഡേ. ആ സൺഡേ ഒരെണ്ണം അടിച്ച് റിലാക്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മലയാളികൾ പിന്നെ മലയാളികളല്ല. അതുകൊണ്ട് രാവിലെ ഞാനും ചേട്ടനുമായിട്ട് വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോഴും ആലോചിച്ചത്, ഈ കേരളത്തിൽ ഇത് എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരിടത്ത് അച്ഛൻ മോനെ കൊല്ലുന്നു, മോൻ അച്ഛനെ കൊല്ലുന്നു, അമ്മ മോനെ കൊല്ലുന്നു, മോനും അമ്മയെ കൊല്ലുന്നു. ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഓരോ കളിയും കാട്ടായൊക്കെ കണ്ടു കഴിഞ്ഞാൽ സമ്മതിക്കണം. അതൊക്കെ എടാ മക്കളെ, നിങ്ങൾ ഈ MDMA കഞ്ചാവും പിന്നെ മറ്റേത് മറിച്ചതൊക്കെ അടിക്കാൻ നിൽക്കുന്ന സമയമുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് നല്ല ഒന്നാന്തര സാധനം ഇറക്കുന്നുണ്ട്. ആ സാധനം ഞങ്ങൾ അടിക്കുന്നൊക്കെ അടിച്ച് ഒരു മൂലയ്ക്ക് കൂടി സ്വസ്ഥമായിട്ട് ജീവിക്കുക. എന്തെങ്കിലും പ്രശ്നമായാൽ പോലും ഇതൊന്നും ആരും നിരോധിക്കാൻ പോകണില്ല. സംഭവം കുറച്ച് കുടുംബത്തിൻ്റെ കെട്ടുതാലി പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും നടക്കത്തില്ലേ. നീ അതൊക്കെ കൊണ്ട് നിങ്ങൾ ഇതിലൊക്കെ ഒതുങ്ങി സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലാതെ ചുമ്മാ ജയിലിൽ കിടന്ന് നരയിച്ച് എന്തിനാടാ? അതെന്തെങ്കിലും ആട്ടെ. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് വരാം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി. എന്തൊരു ശാന്തമായ അന്തരീക്ഷം. സൺഡേ ആയിട്ട് പോലും ഒരു തിക്കോ തിരക്കോ തള്ളോ ഉന്തോ പോലും ഇല്ല. കാരണം എന്താ? നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് മുക്കിനും മൂലയിലുമാണ് ഔട്ട്ലെറ്റുകൾ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താ, നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് സുഖമായിട്ട് വന്ന് സാധനം മേടിച്ചിട്ട് പോവാം. ഇതാണ് സ്വർഗം. എൻ്റെ പൊന്നെ, ഒരു പായും തലയാണേ ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങ് കിടക്കുക. അതേപോലത്തെ അറ്റ്മോസ്ഫിയർ. ഈ ചെറുക്കനാണെങ്കിൽ കാണുന്ന എല്ലാ സാധനം വേണം. മനുഷ്യൻ്റെ ആണെങ്കിൽ ആകെ അമ്മൂമ്മയുടെ പെൻഷനിൽ നിന്ന് കിട്ടിയ 1000 രൂപയേ ഉള്ളൂ. അതാണെങ്കിൽ ഒരുവിധം അടിച്ചു മാറ്റി എടുത്തുകൊണ്ട് വന്നത് തന്നെ. അപ്പോഴവൻ്റെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മനസ്സില്ലായിരുന്നു. കാരണം ഇതൊന്നൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ. പിന്നെ അവിടെ അങ്ങ് നമുക്ക് കിടക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഇറങ്ങി. സംഭവം ഈ 860 രൂപ പൊട്ടിയപ്പം ചെറിയൊരു വിഷമമുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ 860 രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു 10 കിലോ അരി മേടിക്കായിരുന്നു. പോട്ടെ, ഒരാഴ്ചത്തേക്കുള്ള സാധനം മേടിക്കായിരുന്നു. പോട്ടെ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാമായിരുന്നു. പക്ഷേ എന്നാലും ഇവനങ്ങോട്ട് അടിച്ച് കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ആ സന്തോഷത്തിൽ ഞങ്ങൾ വീട്ടിലോട്ട് ചാലായി. അവൻ്റെ ആ തലയെടുപ്പ് നോക്കിയേ. ഇവനെ അങ്ങോട്ട് പൊട്ടിച്ച് ഒരു ഗ്ലാസ് എടുത്ത് ആ ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ ഗുളുഗുളുന്ന് ഒഴിച്ച് ഒറ്റ വലിക്ക് അടിച്ച്. അപ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുപ്പിങ്ങനെ കയറി വരും. ആ പെരുപ്പിൽ 2 പേരെ 2 പറഞ്ഞ് 2 ഡാൻസും കളിച്ച് ഇനിയിപ്പോൾ 2 തല്ലും ഉണ്ടാക്കി സുഖമായിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതൊന്നും വേറെ തന്നെ. ഇത് അടിക്കാൻ പോണത് ഞങ്ങൾ സോഡയോ ടച്ചിങ്സോ വെച്ച് ഒന്നുമല്ല, ഡ്രൈ ആയിട്ട് അടിക്കാൻ പോണേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തന്നെ അടിച്ചേക്കാം. വെച്ചോണ്ട് നോക്കാതെ അങ്ങോട്ട് അടിച്ച് പൊട്ടിക്ക്. കുപ്പി പൊട്ടുന്ന കണ്ടോ? കാണുന്നില്ലല്ലോ ഇത്ര നേരമായിട്ട്. കച്ചത്തെ രോമം വരെ കാണും. ഇതാടിയല്ല. എടാ നീ താളം തലേന്ന് പൊട്ടിക്കളവനു. ഈ കുപ്പി മേടിക്കുന്ന എല്ലാരും കണ്ടു. ഇനി അവന്മാര് പറയാൻ നമ്മൾ കൂടിയന്മാരായിരിക്കും. എന്നാ നീ മാറി, ഞാൻ പൊട്ടിക്ക. എന്നാ അടി. മാറന്ന അങ്ങോട്ട് ഉണ്ടാക്കട ഇറക്കാം. കല്ല് വെച്ചിട്ടെങ്കിലും അടി. എടാ നിന്നെ പോലെ എനിക്ക് 3-4 അടി വേണ്ട, ഒറ്റ അടി മതി.
കൂടെ അടുത്ത് ഇന്ന് പൊട്ടിച്ചാലോ? ഇവിടെ ആകുമ്പോൾ കറക്റ്റ്. ആ എന്നാ പൊട്ടിക്ക്. അത്ര അടുത്ത് വേണ്ട, ശകലം അടുത്ത് എങ്ങനെയാണ് എപ്പോഴും പൊട്ടിക്ക്. ആ പിന്നെ പാളി വെക്കങ്ങോട്ട് ഒരടിയോളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരടിയോ? രണ്ടടിയല്ലേ അടിച്ചോ? ഞാൻ പിന്നെ ഇതും കൂടെ ഉള്ളു കേട്ടാ. അടിക്ക് അടുത്ത ഞാൻ. എന്തോ അവിടെ പൊട്ടി. മാറി എന്നെ കൊണ്ടൊക്കെ അതൊക്കെ കൊള്ളത്തുള്ളൂ. ചെടിച്ചട്ടിയൊക്കെ പൊട്ടിക്കാനേ കൊള്ളത്തുള്ളൂ. ഞാൻ ഇത് പിടി ഞാൻ അടിക്കാം പിടി അപ്പൊ നമ്മുടെ 2 പേർ അടി ഓരോ ടാലിയേ. ഓരോ അടിയുള്ള ഇനി. ഇവിടെ മാവ് കൊണ്ട് വെച്ചത് എനിക്ക് മാറിക്കോ കഴിഞ്ഞല്ലോ. മോനെ ഇതൊക്കെ നമുക്ക് നിസ്സാരം. ഓ കൊണ്ടോ അതില് പെട്ടെന്ന് വാ പെട്ടെന്നടിക്ക്. ആ മാറ്. ആ അത് പൊട്ടി. ഇനി അതിന്റെ ഇടയ്ക്ക് കൂടെ ഉണ്ട് മൊത്തം പൊട്ടിക്ക്. ഒടുക്കത്ത പിന്നെ എന്നാ സ്മെല്ലടിക്കുന്നു പൊട്ടിക്ക്. ആ മാറ്. ഓ സൂപ്പർ കൊള്ളിക്കതാ ആദ്യം. ആഹാ നല്ല മണം. പക്ഷെ വലിയ മണം ഇല്ല ഇതിന്റെ അകത്ത്. കുപ്പിച്ചില് വെറുക്കാൻ തയ്യാറായി. മാറ് അടിക്ക്. മോനെ കണ്ടുപിടിക്കും മനസ്സിലായി. കുപ്പിച്ചില് ഇപ്പം ഇച്ചിരി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ബ്യൂട്ടി. ഇപ്പം ഇച്ചിരി സ്മെല്ലുണ്ട്. അപ്പം എടാ മോനെ നമ്മൾ ചുമ്മാ തമാശ കാണുന്നത്. ഇതൊക്കെ പണ്ടേ വിട്ടത് നമ്മളിതൊക്കെ. കുപ്പിച്ചില്ല എവിടൊക്കെ പോയിട്ടുണ്ടെന്നാണ് ഈ നോക്കുന്നത്. കൊന്നാ പാവം തിന്നാ തീരും. പെറുക്ക് ഇവിടെ മോനെ നീ കളിയാക്കൊന്നും വേണ്ട. അടുത്ത തവണ ഞാൻ തന്നെ അടിക്കും. നീ നോക്കിക്കോ, അടുത്ത തവണ ഞാൻ തന്നെ അടിക്കും. ആ കാണാനൊന്നുമില്ല, ഞാൻ തന്നെ ഫസ്റ്റ് അടിക്കും, ഞാൻ തന്നെ കൊള്ളിപ്പിക്കുകയും ചെയ്യും. ഇത് എൻ്റെ വാക്കാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇനി അടുത്ത സംഭവമായിട്ട് വരാം. ശരി എന്നാൽ.